ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭർത്താവിന് ഈറ വന്ന ഭർത്താവ് ഇങ്ങനെ കേട്ടോ വണ്ടി ഓടിച്ച് കയറ്റുന്നത്. അർഷാക്കിന് ഈറ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ദേഷ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ നമ്മൾ അർഷാക്ക് വർക്കിന് പോവാണ്. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുത്തിക്കേറിക്കാണ്ട് അതിനുള്ള ദേഷ്യപ്രകടനമാണ് നമ്മൾ കണ്ടത്. വണ്ടിയിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ മെയിൻ ചെയ്യരുത്, നമ്മൾ വ്ളോഗ് എടുത്ത് ഇങ്ങനെ പോവുക. എന്തേലും പറയാൻ നിന്ന് ആകെ പ്രശ്നമാവേ. അപ്പം നമ്മളിപ്പോ എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ നമ്മൾ സയാന്റെ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം പട്ടാമ്പി സേവന ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അപ്പൊ രാവിലെ നേരത്തെ പോയി കഴിഞ്ഞാല് പെട്ടെന്ന് വരാം, ഉച്ച വരെയുള്ളൂ ഡോക്ടർ. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്തൊക്കെ സെറ്റാക്കിയിട്ടാണ് പോണത്. അപ്പൊ അർഷാക്കിന് വർക്കുള്ളതുകൊണ്ട് ഞാനും എന്റെ അമ്മയും കൂടെ ആയിട്ട് പോണത്. അർഷാക്ക് നമ്മൾ ടൗണിൽ കൊണ്ടുപോയിടും, അവിടെ നമ്മൾ ഉമ്മയുടെ കൂടെ പോകും. ഇതാണ് പ്ലാന്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ ഉള്ളത് കൊണ്ട് തന്നെ കുറെ സ്കൂൾ കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ ഇസു എല്ലാവരോടും ടാറ്റ കാട്ടിയപ്പോൾ അവരും തിരിച്ച് ടാറ്റ കാട്ടിയതുകൊണ്ട് ഇസു ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ നമ്മൾ ചെറുശ്ശേരി ടൗണിലെത്തിയപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. കാറ്, ലോറി, ബസ് എന്ന് തുടങ്ങി എല്ലാ വണ്ടികളും ഉണ്ടായിരുന്നു. നമ്മുടെ ചെറിയ ചെറിയ സ്കൂട്ടിയില്ലേ, അതൊന്നും കൊണ്ടുപോകാനുള്ള സ്ഥലമില്ല കേട്ടോ ഗൈസ്, അത്രയും തിരക്ക്. അപ്പൊ രാവിലെ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്, അല്ലെങ്കിൽ തിരക്കാണ്. അങ്ങനെ പറഞ്ഞു വന്ന് ഭയങ്കര തിരക്കാണെന്നാണ്. അപ്പൊ നമ്മുടെ ഉമ്മ കണ്ടോ നമ്മളെ കാത്ത നിൽക്കുന്നുണ്ട് സുന്ദരിയായിട്ട്. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി. അർഷാക്കിന്റെ ദേഷ്യം വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടൗണിലെത്തിയപ്പോ കഴിഞ്ഞു കേട്ടോ. അത്രേ ഉള്ളൂ, പാവാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടാ. എന്റെ ഈ ഡ്രസ്സ് നല്ല ഡ്രസ്സല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പം എന്താ പറയാ, നമ്മുടെ ചെക്കന്മാരൊക്കെ വെള്ളയൊക്കെ ഇട്ട് ഇറങ്ങിയേക്കാണ്. നമുക്ക് പെട്ടെന്ന് അതാ കൈ കിട്ടിയേട്ടോ. അപ്പൊ അർഷാക്കും അങ്ങനെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ബസ് കയറി നമ്മുടെ യാത്ര തുടങ്ങണം കേട്ടോ. അപ്പൊ ഇതാണ് ചെപ്പശ്ശേരി ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മളൊരു ബസ്സിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. ഞാനും സയാനും കൂടെ ഒരു സീറ്റിൽ ഇരുന്നു കേട്ടോ. ഓനക്ക് മുക്കിലിരിക്കണം എന്ന് തല്ലൂടാണ്. ഞാൻ ഓനയിൽക്ക് വലിയ മുക്ക് ഭ്രാന്തിയാണ്. മീൻസ് എനിക്ക് സൈഡ് സീറ്റിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ ഞാൻ ഓനെ സോപ്പിട്ടു കേട്ടോ. അങ്ങനെ ഓന്റെ സ്വപ്നം പറയാണ് എന്റെ അടുത്ത്. എന്തോ സ്വപ്നം കണ്ടുകൊണ്ട് ഇന്നലെ അത് വിശദീകരിക്കുകയാണ് കേട്ടോ. അപ്പം അലാക്കിലെ സ്വപ്നമാണ്. സ്വപ്നം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ സമയത്ത് എനിക്ക് നല്ല ചിരി വന്നേ. എന്തോ ഒരു പൊട്ട സ്വപ്നമാണ്, പക്ഷെ അത് ഓന്റെ സ്വപ്നമാണ്. അങ്ങനെ നമ്മള് സ്വപ്നമൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ കുഴങ്ങി ഗൈസ്. അങ്ങനെ നമ്മളെ വണ്ടിക്ക് എടുത്തിട്ടോ. ബസ് യാത്ര എന്ന് പറയുന്നത് അടിപൊളിയാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഛർദിക്കൂ എന്നിങ്ങനെ വരും കേട്ടോ. അപ്പൊ എനിക്ക് ഛർദിക്കാനുള്ള ടെൻഡൻസി വരെ. ആ ഒരൊറ്റ കാര്യം ഒഴിച്ചാൽ ബാക്കിയൊക്കെ അടിപൊളിയാണ്. നല്ല കാറ്റുണ്ട്, പിന്നെ പാട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലാവിഷായിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ മേപ്പോട്ട് നോക്കിയപ്പോൾ ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ നമ്മളെ വ്ളോഗിൽ അവരെ കൂടെ ഒന്ന് ആഡ് ചെയ്താണ്. അപ്പൊ കുറെ കമ്പി വേലികളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്താണ്ടോ. ഈ വീഡിയോയിൽ കാണാൻ വളരെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി കയറി പട്ടാമ്പി കോളേജിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് സേവന ഹോസ്പിറ്റലിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതുവഴിയാണ് പോണത്. പോണ പോക്കിൽ ഇസുവിന്റെ കുറേ സംസാരട്ടവും ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പേടിച്ചു, ഓൻ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ആളിപ്പോ ഭയങ്കര കൂളാണ് കേട്ടോ ഇരിക്കണുണ്ടോ. അങ്ങനെ നമ്മള് എവിടെ എത്തി, ഹോസ്പിറ്റലിൽ എത്തിട്ടോ. നമ്മുടെ വീഡിയോസിലല്ലേ കുട്ടികളെ കാണിക്കണോണ്ട് നമ്മുടെ കമന്റ് ബോക്സ് തനിയെ ഓഫായി പോകുന്നുണ്ട്. കുറെ വീഡിയോസിന്റെ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഓഫ് ആവില്ലെന്ന് എനിക്കറിയില്ല. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടു. സയാന്റെ ചെവിയുടെ ഉള്ളിലുള്ള വാക്സ് ഉണ്ടായിരുന്നു 2 ചെവിയിൽ. അപ്പോൾ ഒരു ചെവിയിൽ മരുന്ന് ഇട്ടിച്ചപ്പോൾ പോയി എന്നാണ് പറഞ്ഞത്. മറ്റേ ചെവിയിലും അങ്ങനെ ഹാർഡായിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ എടുത്തുട്ടോ. അങ്ങനെ ആള് സമ്മതിക്കൊന്നും ചെയ്തില്ല. ഒരു നഴ്സും ഞാനും ഡോക്ടറും കൂടെ മല്ലി കെട്ടിയിട്ടാണ് ചെവിയുടെ ഉള്ളിൽ നിന്നതൊക്കെ എടുത്തത്. അങ്ങനെ നമ്മള് പട്ടാമ്പി സ്റ്റാൻഡിലേക്ക് വേറൊരു ബസ് കയറി വന്നു. ഇനി ഇവിടുന്ന് ചെപ്പശ്ശേരി ബസ് കയറണം കേട്ടോ. ഫുള്ള് ബസ്സോട് ബസ്. അങ്ങനെ നമുക്കൊരു ബസ്സൊക്കെ കിട്ടി ചെപ്പശ്ശേരിക്കുള്ളത്. 2 മക്കളെ ഇമ്മാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാക്കിൽ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. കുഴങ്ങിട്ടോ, എനിക്ക് ബസ് യാത്ര ഒന്നും നടക്കൂല. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി ഫുഡ് കഴിക്കാം കേട്ടോ. ഞാൻ ഉമ്മാന്റെ കൂടെ വീട്ടിൽ പോവാന്ന് കരുതി ഉമ്മയുടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഭർത്താവ് എന്റെ ഉമ്മയുടെ കൂടെ വീട്ടിലോട്ട് പറഞ്ഞയച്ചില്ല. എന്താ അറിയില്ല, പോണ്ടാന്ന് പറഞ്ഞാൽ പോണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് പിടിച്ചോടുന്ന കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലാന്ന്. ആ വർഷമൊക്കെ ഹോട്ടലിൽ പോയിട്ട് സാധാ നോർമലി ഭക്ഷണം ഉണ്ടല്ലോ, നമ്മുടെ ചോറ് കറികളൊക്കെ അതൊക്കെ വാങ്ങി കൊടുത്തിട്ട് വീട്ടിലിരുന്നിട്ട് കഴിക്കാൻ കേട്ടോ. നമ്മൾ ഹോട്ടൽ ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാവിലത്തെ ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു, അതിൽ കുറെ ചിക്കനും ഉണ്ട്. അപ്പൊ നമ്മൾ ചിക്കനൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫുഡില് വിത്ത് പായസം അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു ചെറിയ മിനി സദ്യ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അച്ചാറായാലും പപ്പടമായാലും, പപ്പടം പിന്നെ എല്ലായിടത്തും ഒരു ടേസ്റ്റ് ആണല്ലോ, ഉപ്പേരി ആയാലും, പിന്നെ എന്താ പറയാ ചോറൊക്കെ വലിയ ചോറാണ്. നമുക്ക് ഈ റേഷനരി തിന്നിട്ട് ഈ ചോറ് ചങ്കുന്ന ഇറങ്ങില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു ടാസ്ക് ആയിരുന്നു എനിക്ക് ചോറ് കഴിക്കാന്നുള്ളത്. ഇത് പിന്നെ കുറെ പായസം നക്കി തിന്നു. കുറെ പായസമൊന്നുമില്ല, കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഓൻ തന്നെ കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചോറ് തിന്നാണ് കേട്ടോ. ആകെ ക്ഷീണിച്ചിട്ട് ഇങ്ങനെ ഒരു പരിവായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ എനിക്ക് കുറേ പണികളുണ്ടായിരുന്നു. ഞാൻ രാവിലെ എല്ലാം ഒന്നും കഴിഞ്ഞിട്ടല്ല പോയത്. വന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കുറച്ചു നേരം സുഖമായിട്ട് കടന്നുറങ്ങിട്ടോ. എന്താ പറയാ, ഒരു അന്തല്ലാത്ത ഉറക്കാണ് ഉറങ്ങിയത്. അതിന്റെ ഇടയിൽ അർഷാക്ക് പിന്നെ പണിക്ക് പോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടാ. പോവാണെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ നല്ലൊരു ഉറക്കം ഉറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കണ ഒരു സെക്ഷനാണിത്.
അങ്ങനെ ഒരു അടിപൊളി ഉറക്കത്തിന് ശേഷം നമ്മൾ വീണ്ടും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങിട്ടാ പോകണമെന്നല്ല, നമുക്കൊരു റിസപ്ഷൻ ഉണ്ട് കേട്ടോ, കല്യാണ റിസപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് പോവാണ്. അപ്പൊ നമ്മളെ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും പോകുന്നുണ്ട്. മേലെ മേമാരും അതേപോലെ തന്നെ മുത്തച്ഛന്മാരും മുത്തച്ഛികളും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ ആരെ കല്യാണമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നമ്മുടെ തൊട്ട് അടുത്ത വീട്ടിലെ ഒരു കുട്ടിയുടെ എല്ലാവരും ചെക്കൻ്റെയാണ്. അപ്പം ഓന്റെ കല്യാണത്തിനാണ് നമ്മൾ പോണത്. നമ്മൾ അയൽവാസികളാണ്. അപ്പൊ നമ്മള് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഒന്നും വൈകിട്ടില്ല. മീൻസ് ഒരു 4 to എത്രയാണ് എനിക്ക് സമയം ഓർമ്മയില്ല. അതുകൊണ്ട് നമ്മളൊരു 5-5:30 ആയിട്ടാണ് ഇറങ്ങണത്. അപ്പൊ മക്കളൊക്കെ മാറ്റി റെഡി ആയിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ അവിടെ തലയിലെ ഗോപുരം ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ കേട്ടോ. ഓനിങ്ങനെ മുടിനെയൊക്കെ നീപ്പിച്ച് നിർത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ കുട്ടീസിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെ വണ്ടി വരാൻ വേണ്ടി കുറച്ചുകൂടി ലേറ്റ് ആയി. ഇനി മക്കളെ കാണിക്കാൻ നല്ല പ്രശ്നമുണ്ട് കേട്ടോ, കമന്റ് ബോക്സ് ഓഫ് ആവേ. അങ്ങനെ എന്റെ മൂത്തച്ഛ എവിടുന്നോ കുറച്ച് പൗഡറൊക്കെ എടുത്ത് കൊടുത്തിട്ട് ആ ചെറിയ പെണ്ണിന്റെ മുഖത്ത് വാരി വിതറാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ ഈ ടച്ചപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. മക്കളാവുകൊണ്ട് ഒരു മിഠായിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ വെച്ച് തേക്കും. അങ്ങനെ കുട്ടികളൊക്കെ നമ്മുടെ അജു കണ്ടില്ലേ പൗഡർ ഇട്ടിട്ട് വന്നിട്ട് തുടക്കാതെ വന്ന് നിൽക്കണേ. അപ്പൊ ഞാൻ ഒരു ചോദിക്കണ്ടിട്ടോ, എന്താടാ പൗഡർ തുറക്കെടുത്തപ്പോ എനിക്കറിയില്ല എന്നിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചത് മനസ്സിലാവായിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവന്റെ റെസ്പോൺസ് അങ്ങനെയായിരുന്നു. അങ്ങനെ നമുക്കൊരു ഓട്ടോ കിട്ടിട്ടോ. നമ്മുടെ ഓരോരുത്തരൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഒരു പോകുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ പോണത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതിനെ കുറച്ച് കുട്ടീസും ഞാനും എന്റെ മുത്തച്ഛയും കൂടെ ഓട്ടോയിൽ കയറി വന്നു. ഇവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പൈനാപ്പിൾ ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും ആയിരുന്നു കേട്ടോ. ഇത് 2 ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. അവന്റെ ഫുഡ് ഡീം. അങ്ങനെ നികേഷ് കീർത്തന ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. മനുഷ്യച്ചെങ്ങല എന്തൊക്കെ മുട്ടായൊക്കെ അടിച്ച് ഒരു സ്റ്റിക്കറൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് കുറെ വാരി ഇരുന്നു കേട്ടോ. ഓന്റെ ഉദ്ദേശം ആ മുട്ടായിയാണ്, അല്ലാതെ നികേഷും കീർത്തനയല്ല. അങ്ങനെ ചെക്കനും പെണ്ണും ഭയങ്കരമായിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സ്റ്റേജിന്റെ അവിടെ വന്നിട്ട് പെണ്ണിന്റെ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ, മേക്കപ്പ് ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ബൊഫെ ആയിരുന്നു, കുറെ കാറ്ററിംഗുകാരൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു വെള്ളയപ്പവും പൊറോട്ടയും ചിക്കൻ കറി നല്ല എരിവുണ്ടായിരുന്നു. പൊറോട്ട കുറച്ച് ഹാർഡായിരുന്നു, വെള്ളപ്പം കുഴപ്പമില്ല കേട്ടോ. പിന്നെ മറ്റേ ചിക്കൻ കൊണ്ടാട്ടാണ് കേട്ടോ. അത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ അത് മാത്രമേ കഴിച്ചത്. അസമോള് കണ്ടില്ലേ ഫുള്ള് നക്കി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടീസൊക്കെ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഫുൾ ഐസ്ക്രീം ഒക്കെ കേട്ടോ കഴിച്ചത്. അവർക്ക് നമ്മളിങ്ങനെ ഐസ്ക്രീം എത്ര വേണമെങ്കിലും വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഓരിങ്ങനെ തിന്നാ പോയി വാങ്ങുക തന്നെയായിരുന്നു. അങ്ങനെ ഒരു മതിലുണ്ടായിരുന്നു അവിടെ. ആ മതിൽ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച പോലെ മക്കളൊക്കെ അവിടെ കയറി ഇരുന്നിട്ട് ഐസ്ക്രീം വന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഏതോ ഒരു അറിയാത്ത കുട്ടീൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് തിന്നോണ്ടിരുന്നത്. പിന്നെ കുറെ ടീ ഒക്കെ ഉണ്ടായിരുന്നു, ലെമൺ ടീ, ജിഞ്ചർ ടീ, പിന്നെ പൈനാപ്പിൾ ടീ. ഞാനൊരു പൈനാപ്പിൾ ടീ കുടിച്ചു കഴിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും സ്റ്റേജിന്റെ അവിടെ വന്നിട്ട് അത് നമ്മുടെ എളാപ്പാന്റെ പേരക്കുട്ടിയാണ്. ഓന് മുഖത്ത് നോക്കിയിട്ടില്ലേ, മുഖത്ത് നോക്കിയോ കാര്യം. കാരണം എനിക്ക് എന്നെ വല്ലാതെ പരിചയമൊന്നുമില്ല. ഓളമ്മ ഫുഡ് കഴിക്കാൻ പോയിക്കാണ് കേട്ടോ. ഓന്റെ അമ്മ ഫുഡ് കഴിക്കാൻ പോയിക്കാണ്. അങ്ങനെ ഞാൻ ഓനെ എടുത്ത് ഇങ്ങനെ നടന്ന് കുറച്ചു നേരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ അർഷാക്ക് പണിയൊക്കെ മാറ്റിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഓരോരുത്തരെ പിന്നാലെ പോയി. കാക്കാരെ സ്കൂട്ടി ഉണ്ട്, ഓട്ടോ ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും വീട്ടിൽ വളരെ സേഫായിട്ട് എത്തിട്ടോ. കല്യാണം അടിപൊളിയായിരുന്നു. പിന്നെ നികേഷിനെയും മറ്റേ കീർത്തനെയും കുറെ പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറെ കാർഡ് പെറുക്കിയിട്ടുണ്ട് ഓനിക്ക് കളിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ ഇരുന്ന് പെറുക്കിയിരുന്നു അവിടെ സ്റ്റെപ്പിൽ ഇരുന്നിട്ട്. ഇനിയിപ്പോൾ അതൊക്കെ വീട്ടിൽ പോയാൽ ഞാൻ വീണ്ടും പെറുക്കാൻ നിൽക്കണം. ഭയങ്കര ടാസ്ക്കാണ് അത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ.